ഇപ്പോൾ ബസ് തടയുന്നുണ്ട് എന്നാണ് ഞാൻ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ, എന്താണ് അവിടുത്തെ അവസ്ഥ? രാഹുൽ, ഡോക്ടർ അരുൺകുമാർ, കട്ടപ്പന നഗരത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഇത് എറണാകുളത്തേക്ക് വന്നൊരു ബസ് കൂടിയാണ്. ഇപ്പോൾ ബസ് തടഞ്ഞിട്ട് കണ്ടക്ടറുമായി നേരിയ വാക്കേറ്റം ഉണ്ടായിരുന്നു. ഈ ബസ് ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് സമരാനുകൂലികൾ പറഞ്ഞു. ഇന്ന് നേരത്തിൽ ബസ് ഇറക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ബസ് ഇറക്കി എന്ന കാര്യം ഉൾപ്പെടെ ഈ ഡ്രൈവറിനോട് ചോദിച്ചു. പക്ഷെ അദ്ദേഹം ധിക്കരിക്കാൻ തയ്യാറായില്ല. ഈ സമരത്തോട് ചേർന്ന് നിൽക്കാം, ഇവിടെ വാഹനം നിർത്തിയിടാം എന്ന് പറഞ്ഞു. പക്ഷേ വർഷം ചെറുലരുടെ ഭാഗത്തു നിന്ന് ഈ ബസ് ഡ്രൈവർക്ക് നേരെ ഉണ്ടായി എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോഴും നേരിയ വാക്കേറ്റം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ചെറിയ പ്രശ്നം കണ്ടക്ടർ ഷട്ടർ ഇട്ടു. ഒരു ചേട്ടൻ അവിടെ സ്പാഷ് അടിക്കുന്ന പോലെ ഓടിപ്പോയി ചാടി അടിക്കുന്ന പോലെ ഒരു ചാട്ടം ചാടി. യാത്രക്കാരുമായി നേരിയ വാക്കേറ്റം ഉണ്ടാകുന്ന സംഭവമാണ് ഉണ്ടായത്. ആ യാത്രക്കാരൻ മുന്നോട്ട് പോകണമെന്ന ആവശ്യം പറഞ്ഞപ്പോൾ അതിനോട് ഈ സമരാനുകൂലികൾ തിരിച്ച് മറുപടി നൽകുന്നത് കൂടിയാണ് കണ്ടത്. എറണാകുളത്ത് പറയുന്നല്ലോ, നീ ഇന്ന് വീട്ടിൽ പോകണം, നിന്റെ ഡിപ്പോ എന്ന് പറഞ്ഞ നീ കേൾക്കുവോ? ഇല്ലല്ലോ. നിന്റെ സംരക്ഷണം തന്റെ തൊഴിൽ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ പണിയിരിക്കുന്നത്? നീ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. മനസ്സിലായില്ലേ? ഇത് മുകളാക്കാനാണോ? ഡോക്ടർ അരുൺകുമാർ, കട്ടപ്പനയിലെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരാനുകൂലികൾ ബസ് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ 4-5 യാത്രക്കാർ, പരമാവധി 4-5 യാത്രക്കാർ മാത്രമാണ് ബസ്സിനകത്തുള്ളത്. ഇപ്പോൾ ബസ് പിന്നോട്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ബസ് പിന്നോട്ടെടുത്ത് മറ്റു വഴിയിലൂടെ പോകാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കട്ടപ്പന ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പണിമുടക്ക് പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. ചുരുക്കം ചില KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. രാവിലെ ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം, എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി എടുത്ത ബസ്സാണ്. തീർച്ചയായിട്ടും അരുൺകുമാർ, അതായത് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി വന്ന ബസ് കൂടിയാണ്. ഇടുക്കി, ചെറുതോണി, നേരുമംഗലം, കോതമംഗലം, പെരുമ്പാവൂർ, രാജഗിരി, ആലുവ വഴി എറണാകുളം പോകാൻ വേണ്ടി വന്ന ബസ്സാണ് ഇപ്പോൾ സമരാനുകൂലികൾ തടഞ്ഞിട്ടുള്ളത്. AITUCയുടെ CA2ൻ്റെയും കൊടികൾ ബസ്സിൽ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം ബസ് ഇപ്പോൾ പിന്നോട്ടെടുത്ത് മറ്റു വഴിയിലൂടെ പോകാൻ ഒരു ശ്രമം നടത്തുമോ അതോ ഇവിടെ തന്നെ തടഞ്ഞിടുകയാണോ എന്നാണ് അറിയില്ലാത്ത. ഇപ്പോൾ ഇവിടെ തന്നെ തടഞ്ഞിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ബസ്സിലുള്ള യാത്രക്കാരോട് ഈ ബസ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പരമാവധി 4 യാത്രക്കാരാണ് ഉള്ളത്. ഇതിൽ നമുക്ക് ഈ ചില യാത്രക്കാരുടെ പ്രതികരണം കൂടി തേടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ, ചേട്ടാ എവിടേക്ക് പോകാനുള്ള ചേട്ടാ? അവർക്ക് ചെറിയൊരു ഭയമുണ്ട് ഡോക്ടർ അരുൺകുമാർ, അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 4 യാത്രക്കാരാണ് ഈ ബസ്സിനകത്തുള്ളത്. ബസ് എന്തായാലും മുന്നോട്ട് പോകില്ല. ഷട്ടർ താഴ്ത്തിയിട്ടുണ്ട്, ഡോർ അടച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. സ്ഥലത്ത് പോലീസ് കൂടി എത്തിയിട്ടുണ്ട്. നിലവിൽ മറ്റു പ്രശ്നങ്ങളില്ല. ബസ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇവരുടെ നേതൃത്വത്തിലുള്ള, സമരാനുകൂലികളുടെ നേതൃത്വത്തിലുള്ള പ്രകടനം കട്ടപ്പന നഗരത്തിൽ ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുകയാണ്.